ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കേട്ടോ നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അലക്കാനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം ഏട്ടൻ്റെ അമ്മയുടെ വീട്ടിൽ, അതായത് ഒറ്റപ്പാലത്ത് അവരുടെ തറവാട്ടിൽ തുള്ളലായിരുന്നു കേട്ടോ. അപ്പം ഞാനും രാജീവേട്ടനും രാജേഷ് ഏട്ടനും കുട്ടിയും കൂടിയും പോയിട്ടോ. കുട്ടീനെ അവിടെ നിന്ന് തൊഴുകിക്കുക, അവിടെ കൊണ്ടുപോയി തൊഴുകിക്കുക എന്നൊക്കെ വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാജേഷ് ഏട്ടന്. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയും കുട്ടിയും കൂടി കേട്ടോ പോയത്. അപ്പം ഞങ്ങളെ 3 ഡ്രസ്സും, അപ്പോൾ കുട്ടിയുടെ അവൾ രാവിലെ ചീച്ചൊഴിച്ച ഡ്രസ്സും എല്ലാം പാടെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ പെട്ടെന്നൊന്ന് അലക്കിയെടുത്തു. കാരണം വെയിലാവുമ്പോഴത്തേനും ഈ അലക്കിയെടുക്കണമല്ലോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഉണ്ടാവാറില്ല. വെള്ളം രാവിലെ ഈ 6:30-ക്ക് രാവിലെ വെള്ളം വരുന്നതന്നെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ജപ്പാൻ വെള്ളമാണ്. അത് എപ്പോഴാണ് നിൽക്കുക എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വേഗം അതൊക്കെ അലക്കിയിട്ടു. എന്നാൽ പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാലോ. അപ്പോൾ അമ്മ അവിടെ ഉപ്പേരിക്കൊക്കെ അരിയുന്നുണ്ട് കേട്ടോ. പിന്നെ ആ കുട്ടിയൊക്കെ കളിക്കുകയായിരുന്നു. അവളെ എണീച്ചിരിക്കണം, അവൾ കളിക്കുക. വേഗം അവൾക്ക് കുറച്ച് ഫീഡും ചെയ്തിട്ട് അവളവിടെ ഹാളിൽ കടത്തിയിട്ടോ. അവളവിടെ കളിച്ചോളുമല്ലോ, പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുകയും ചെയ്യുമെന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് അവൾക്ക് കോറയൊക്കെ അരച്ച് വേഗം റെഡിയാക്കി വെച്ച് ഊറാൻ കേട്ടോ. ഞാൻ പിന്നെ ഫ്രിഡ്ജിലാണ് വെക്കാറ് എന്നുള്ള പറഞ്ഞായിരുന്നല്ലോ. ഞാനും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഊറിയും കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ കേടുവരും ഇല്ല കേട്ടോ. ഞാൻ 2 നേരത്തിനുള്ളത് അങ്ങനെ അരച്ച് വെക്കാറാണ്. കുറച്ചൊന്നും അരയ്ക്കാനുള്ള ഒരു സൗകര്യമൊന്നുമില്ലല്ലോ, മിക്സിയിൽ തന്നെയാണ് അരയ്ക്കാറൊക്കെ. അങ്ങനെ പെട്ടെന്ന് ഞാനതൊക്കെ അവൾക്കുള്ള കോറയൊക്കെ വേഗം അരച്ച് റെഡിയാക്കി വേഗം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടോ. എന്നിട്ട് വേണം അവൾക്ക് കുളിക്കാനുള്ള വെള്ളം തണുപ്പ് പിടിക്കണം. കാരണം തലയിൽ ഒഴിക്കാനുള്ള വെള്ളം ഞാൻ എന്താ ചെയ്യാന്നറിയോ, അങ്ങനെ തണുപ്പ് പിടിപ്പിച്ചിട്ട് ബാക്കി മേല് കുളിക്കാനൊക്കെ പച്ചവെള്ളം തന്നെ ഇട്ടെടുക്കാറ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവളെ ഉറക്കി കിടത്തി. അപ്പോഴത്തേക്കും ഉപ്പേരിയൊക്കെ വലിയമ്മായി വെച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ വെച്ച കുറച്ച് പാത്രങ്ങളൊക്കെ കരിപ്പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മായി വെക്കുകയെന്നുണ്ടെങ്കിൽ ഒക്കെ അടുപ്പിലല്ലേ വെക്കുക. ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊക്കെ തന്നെ കേട്ടോ, എല്ലാം ഒത്തൊരുമിച്ചാണ് ചെയ്യാറ്. ഒരാളൊരു പണിയെടുക്കുമ്പോൾ ഒരാളൊരു പണിയെടുക്കും, അല്ലെങ്കിൽ ഒരാളൊരു പണിയെടുക്കും. ഇപ്പം ചെറിയമ്മായി അടിച്ചു വാരുക തുടക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വലിയമ്മായി എന്തെങ്കിലും ചോറടുപ്പത്തിടുകയും കറിക്കരിയേ അമ്മ ഉപ്പേരിക്ക് അരിഞ്ഞേരിയേ അങ്ങനെ എന്തോ ഓരോരോ ജോലികളൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ പിന്നെ കുട്ടികളുടെ ജോലി അവൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ അവൾക്ക് ഒരിക്കലും അതിൻ്റെ ഇടയിൽ ഇവിടെയും വന്ന് കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ കറി കുക്കറിൽ വെക്കുകയെ തേങ്ങ അരയ്ക്കൽ, അങ്ങനെ അവൾ കരയുമ്പോൾ അങ്ങോട്ട് ഓടും. അങ്ങനെ ഉപ്പേരിയൊക്കെ ആയിരിക്കണം. അപ്പം ഞാൻ അമ്മായി ഉപ്പേരിയൊക്കെ വെച്ച പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പേരി മാത്രം അടുപ്പിലാണ് വെച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കരിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അതൊക്കെ റെഡിയാക്കി തന്നെ കഴുകിയിട്ട് അത് ഞങ്ങൾ പുറത്ത് ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടെ കഴുകാറ്. ചാരൊക്കെ ഇട്ട് കഴുകണമല്ലോ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കഴുകുകയാണ്. പിന്നെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇങ്ങനെ സിങ്ക് ഉണ്ട്, ഒരു സിങ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് കഴുകാറൊക്കെ കേട്ടോ. എന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ നിറച്ച് പിടിക്കണം ഇങ്ങനെ, അല്ലാതെ പൈപ്പൊന്നും ഇല്ല അതിലേക്ക്. അപ്പോൾ വെള്ളം നിറയ്ക്കണം. ആകെ വെള്ളം കഴിയുമ്പോൾ പിന്നെയും വീണ്ടും നിറയ്ക്കണം, അങ്ങനെയൊക്കെ ചെയ്യാറ്. പിന്നെ അമ്മായി കുറച്ച് ചോറ് കമ്മിയാണെന്ന് പറഞ്ഞിട്ടേ അപ്പോൾ അരി അടുപ്പത്തിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേഗം എന്നിട്ട് ചോറൊക്കെ വെന്തോ നോക്കി. ചോറ് വെന്തിട്ടില്ല. വേഗം കുറച്ച് അതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വീതനപ്പറൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ താഴെ ഒന്നും വൃത്തി ഉണ്ടായിരുന്നില്ല, അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല. വൃത്തിയില്ല എന്നല്ല, അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ചൂലൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് റെഡിയാക്കി അടിച്ചു വാരി. കാരണം നമ്മൾ പുറത്ത് അടുക്കളയല്ലേ, അപ്പം നമ്മൾ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ മണ്ണും പൂഴിയൊക്കെ എപ്പോഴും ഇങ്ങനെ ആവും. പിന്നെ പ്രായമുള്ള ആൾക്കാരും അല്ലേ, അവർ പിന്നെ നമ്മളെപ്പോലെ ശ്രദ്ധിക്കൊന്നുമില്ല. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒന്നും അടിച്ചാലും ചിലപ്പോൾ വൃത്തിയാവില്ല കേട്ടോ. അപ്പോൾ 2, 3, 4 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ അടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. കാരണം ഇപ്പോൾ കുട്ടി ഉറങ്ങുക കേട്ടോ. ധോനി ബേബി നല്ല ഉറക്കമാണ്. അപ്പോൾ അവൾ എണീക്കുമ്പോഴത്തേന് അല്ലറ ചില്ലറുള്ള ജോലികളൊക്കെ വേഗം വേഗം തീർക്കണം. പിന്നെ വെള്ളം പിടിക്കണം. മോട്ടർ അടിച്ചാൽ ഒരാൾ മോട്ടർ അടിച്ച് ഇങ്ങനെ പിടിച്ച് പൈപ്പ് ഇങ്ങനെ പിടിച്ച് നിൽക്കണം കേട്ടോ. എന്നിട്ട് വെള്ളം നിറയ്ക്കണം. എന്നിട്ട് പിന്നെ അത് വെള്ളം നിറഞ്ഞാൽ പിന്നെ മോട്ടർ നിർത്താൻ വേഗം പോകണം. അല്ലാതെ ടാങ്കൊന്നും വെച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ടാങ്കിൻ്റെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. കാരണം അത് പൈപ്പ് പിടിച്ചിട്ട് തന്നെ വെള്ളം പിടിക്കണം കൊണ്ടൊക്കെ. പിന്നെ കുളിക്കാനൊക്കെ ഇപ്പോൾ ഞങ്ങളായിരുന്നു തന്നെ കേട്ടോ വെള്ളം എടുക്കാറ്. കാരണം ജപ്പാൻ വെള്ളമൊക്കെ കൊണ്ട് കുളിപ്പിക്കുമ്പോൾ മേലൊക്കെ ചൊറിയുക. പിന്നെ നല്ല ചൂടുമല്ലേ, അപ്പോൾ വെള്ളമൊക്കെ നല്ല ചൂടായിട്ടാട്ടോ ജപ്പാൻ വെള്ളമൊക്കെ വരാറ്. ഇപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം പിടിച്ചിട്ടാണ് ധോനി ബേബി, ഞാനും രാജേട്ടനും അമ്മയും അമ്മായിമാരൊക്കെ കുളിക്കാറ് കേട്ടോ. അതുകൊണ്ട് ജപ്പാൻ വെള്ളം അലക്കാനും പാത്രം കഴുകാനും അതിനൊക്കെ മാത്രം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എന്നാലും വെള്ളത്തിന് ചിലവ് തന്നെ കേട്ടോ. ഞങ്ങൾ ഇത്രയും പേരുള്ളതല്ലേ, ബാത്റൂമിക്കൊക്കെ വേണ്ടേ വെള്ളം ഒരുപാട്. അപ്പോൾ വെള്ളത്തിന് നല്ല ക്ഷാമമാണ് പറയുക. വെള്ളം ഉണ്ടെങ്കിൽ ഉണ്ടാവും, അതിലില്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിട്ട് വരിക ജപ്പാൻ വെള്ളം.
പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷനും കൂടി അമർത്തണം കേട്ടോ. എന്നാലാണ് നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളും നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്കത് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. പിന്നെ ഒരുപാട് ആളുകൾ 100% ആളുകൾ ബാഡ് കമൻ്റ് അയക്കുന്നതും അതുപോലെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളതൊന്നും മെയിൻ ചെയ്യുന്നില്ല. കുറ്റങ്ങൾ കുറവുകളില്ലാത്ത മനുഷ്യരില്ലല്ലോ ഭൂമിയിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാനും അമ്മായിക്ക് വെള്ളം പിടിച്ചു വെച്ചു കേട്ടോ. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അമ്മായിക്കൊന്നും വെയ്യല്ലോ, പ്രായമായതല്ലേ. അപ്പോൾ അവർക്ക് അതിന് ഒരു ബുദ്ധിമുട്ടാവണ്ട. ഇനി കുറച്ച് നേരം ഒന്ന് ഉച്ചയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യണതല്ലേ. അപ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ പിടിച്ചു വെച്ചു, വീട്ടിനകത്തേക്ക് ഉപയോഗിക്കാനുള്ള വെള്ളമൊക്കെ. അപ്പോൾ ആ സമയം കൊണ്ട് ഏട്ടൻ വന്നു. ഏട്ടന് കോഴിമുട്ട പൊരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് ചോറിനുമ്പോൾ ഒരു കോഴിമുട്ട നിർബന്ധമാണ്. അപ്പോൾ വേഗം ഇന്ന് വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പം മീൻ വറുത്തതോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് വേഗം അത് ഏട്ടൻ വന്നപ്പോൾ കഴിക്കാൻ വന്നപ്പോൾ വേഗം ഒരു കോഴിമുട്ട പൊരിച്ചു കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ ഉണക്കമീൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കമീൻ കേട്ടോ ഞങ്ങൾ വറുത്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ കോഴിമുട്ടയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ തലേദിവസത്തെ കുറച്ച് മീൻ കറി ഇരിക്കുന്നുണ്ടായിരുന്നു. അത് നല്ലത് തന്നെയാണ്, ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ പറ്റുമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ പട്ടിക്കോ പൂച്ചയ്ക്കോ ഒക്കെ ചോറ് കൊടുക്കുമ്പോൾ ആ കൂട്ടി കുഴച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനൊരു ഇതായാലോ എന്ന് പറഞ്ഞിട്ട് ഞാനത് നല്ലൊന്ന് ചൂടാക്കി വെച്ചു കേട്ടോ, മുട്ട പൊരിച്ചതിന് ശേഷം. അങ്ങനെ രാശേട്ടന് ആ ഭക്ഷണമൊക്കെ എടുത്തു. രാശേട്ടൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് ഏട്ടന് ഓട്ടണ്ട് പറഞ്ഞിട്ട് ഏട്ടൻ പെട്ടെന്ന് പോയിട്ടോ. കുട്ടീനെയൊക്കെ കുറച്ച് നേരം എടുത്ത് കൊഞ്ചിച്ചിട്ട് അവൾ വാശി പിടിക്കായിരുന്നു വണ്ടി കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൊട്ടപ്പുറത്തെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ അവരുടെ പുതിയ വീട്ടിൽ ഇങ്ങനെ പോയി ഇരിക്കുകയായിരുന്നു കേട്ടോ, ഞാനൊരു തൊട്ടപ്പുറത്തെ അമ്മയും കുട്ടിയും കൂടി. അപ്പം അവിടുത്തെ അമ്മ ഇങ്ങനെ അവളെ കൊണ്ട് ഇങ്ങനെ ടാറ്റ കാണിപ്പിക്കുകയാണ്. ഏട്ടനോടെ കൂടെ പോകാൻ വേണ്ടി അവൾക്ക് വാശി പിടിച്ചപ്പോൾ ഏട്ടൻ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തു. പിന്നെ അതിനുശേഷം ഏട്ടനെ അങ്ങനെ പോയിട്ടോ. എന്നിട്ട് പിന്നെ അപ്പോൾ താഴത്തെ പ്രഭാമ, ഞങ്ങൾ പ്രഭാമ എന്നാട്ടോ വിളിക്കാറ്. അപ്പോൾ താഴത്തെ അമ്മ അവിടെ ചേച്ചിയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ് ധോനി ബേബീനെ കേട്ടോ. അപ്പോൾ അവൾ അങ്ങോട്ട് പോയിട്ട് വരുന്നേരം ഞാൻ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ. സിറ്റൗട്ടിൽ അവർ പോയിട്ട് അപ്പം തന്നെ വരികയും ചെയ്തു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.